തൃശൂർ പെരുമ്പിലാവിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തി മരത്തങ്കോട് സ്വദേശി അക്ഷയ് കൂത്തനാണ് മരിച്ചത്. സുഹൃത്തുക്കളായ ലിഷോയി, ബാദുഷ എന്നിവരാണ് ആക്രമണം നടത്തിയത് എന്ന് പോലീസ്. വിവരങ്ങളുമായി ഇപ്പോൾ അനീഷ് ആന്റണി ചേരുന്നുണ്ട്. അനീഷ്, എങ്ങനെയാണ് ഈ ഒരു ആക്രമണത്തിലേക്ക് നയിച്ച കാരണം? വ്യക്തി വൈരാഗ്യമാണോ? മറ്റു വിവരങ്ങൾ എങ്ങനെയാണ്? ഹരിത, പെരുമ്പിലാവ് ആൽത്തറ 4 സെന്റ് കോളനിയിലാണ് ഒരു സംഭവം, കൊലപാതകം ഉണ്ടാകുന്നത്. രാത്രി 8 മണിയോടെയായിരുന്നു സംഭവം. മരണപ്പെട്ട കൂത്തൻ എന്ന് വിളിക്കുന്ന അക്ഷയും അതുപോലെ തന്നെ ലിഷോയ്, ബാദുഷ, അവർ 3 പേരും സുഹൃത്തുക്കളാണെന്നാണ് പറയുന്നത്. നേരത്തെ മുൻവൈരാഗ്യം ഉണ്ടായിരുന്നു. ഇതിനിടയിൽ 3 പേരും പരസ്പരം തർക്കമുണ്ടാവുകയും 3 പേര് തിരിഞ്ഞ് ആക്രമിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. വെട്ടേറ്റ കൂത്തൻ എന്ന് വിളിക്കുന്ന അക്ഷയ് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു എന്നാണ് വിവരം. ഈ ആക്രമത്തിൽ വ്യക്തി ആക്രമിച്ച ലിഷോയ്ക്കും ബാദുഷയ്ക്കും പരിക്കേറ്റിട്ടുണ്ട്. ബാദുഷ കുന്നോളത്തെ പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നാണ് പറയുന്നത്. എന്തായാലും ഈ വ്യക്തിയവരും മരണപ്പെട്ടവരും ഒക്കെ നിരവധി കേസുകളിൽ പെട്ട ആളുകൂടിയാണെന്നും ഒരു വിവരമുണ്ട്. ലഹരി സംഘങ്ങളാണെന്നും പറയുന്നത്. ഇതിലെല്ലാം പക്ഷേ പോലീസിന്റെ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. എന്തായാലും മരണപ്പെട്ട കൂട്ടർ എന്ന് വിളിക്കുന്ന അക്ഷയുടെ മൃതദേഹം കുന്നംകുളം സർക്കാർ ആശുപത്രിയിലേക്ക്, താലൂക്ക് ആശുപത്രി മോർച്ചറിലേക്ക് മൃതദേഹം മാറ്റിയിട്ടുണ്ട്. മറ്റുള്ളവർക്കായിട്ടുള്ള അന്വേഷണവും ഊർജിതമാണ്. എന്താണ് ഇത്തരത്തിൽ തിരിഞ്ഞ് 3 ആക്രമിക്കാനും കൊലപാതകം വരെ എത്താനുള്ള ഒരു കാരണം എന്നിപ്പോഴും വ്യക്തമായിട്ടില്ല. മുൻവൈരാഗ്യമുണ്ടെന്ന് പറയുന്നു, ലഹരി സംഘങ്ങളാണെന്ന് പറയുന്നു, 3 എതിരെ നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടുള്ള ആളുകളാണെന്നൊക്കെ പറയുന്നു. എന്തായാലും മുൻവൈരാഗ്യമായാലും പെട്ടെന്നുണ്ടായ തർക്കമായാലും എന്തായാലും ഇവർക്ക് എല്ലാവർക്കും കേസുകളുള്ള ആളാണ്. മരണപ്പെട്ട ആൾക്കും വ്യക്തികൾക്കൊക്കെ കേസുകളുള്ള ആളാണ്. ലഹരി സംഘങ്ങളാണ് എന്നുള്ള കാര്യങ്ങളാണ് പോലീസ് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഇപ്പോൾ ഊർജിതമായിട്ടുണ്ട്. പരിക്കേറ്റ ബാദുഷ, ഈ സംഘത്തിൽപ്പെട്ട ബാദുഷ പെരുമ്പിലാവ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മറ്റൊരാളെ അന്വേഷിച്ച് പിടികൂടാനുള്ള അന്വേഷണം കുന്നോളം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ഹരിത. ശരി, അനീഷാണ് വിശദാംശങ്ങൾ നൽകിയത്.